നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഉടൻ തന്നെ ഫ്രീ ആയി സബ്സ്ക്രൈബ് ചെയ്യുക. പുതുപുത്തൻ വീഡിയോകൾ നിങ്ങളുടെ മൊബൈലിൽ അപ്പോൾ തന്നെ ലഭിക്കുവാനായി അടുത്തുള്ള ബെൽ ഐക്കണും അമർത്തൂ. സ്വാമിനാഥൻ ശാരദാനന്ദ സ്വാമികളോട് സംസാരിക്കുന്നു. സീത നിരത്തിയ തെളിവുകളിൽ അംബികാദേവിക്കും സംശയങ്ങൾ ഉയരുന്നു. ഇനിയും സത്യങ്ങൾ തുറന്നു പറയാൻ സ്വാമിനാഥനോട് അംബികാദേവി പറയുന്നു. സീതയും നിർബന്ധിക്കുന്നു. ഞാൻ പശ്ചാത്താപത്തിനു തന്നെയാണ് അമ്മയുടെ അടുത്ത് വന്നത്. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് അമ്മയോട് ചെയ്തതാണ്. ഞാൻ എല്ലാം തുറന്നു പറയാം, സ്വാമിനാഥൻ പറയുന്നു. അന്ന് അംബികാദേവിയെ കൊല ചെയ്യാൻ തന്നെയായിരുന്നു രാകേഷ് അന്ന് വീട്ടിൽ വന്നത്. വേണു ഒരു ഉദ്ഘാടനത്തിന് പോകുകയായിരുന്നു. അംബികാദേവി ഓഫീസ് കാര്യങ്ങൾ നോക്കുന്നതിനാൽ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. വേണു കുഞ്ഞായിരുന്ന കല്യാണിനെയും കൂട്ടി ഉദ്ഘാടനത്തിന് പോകുന്നു. രാജശ്രീ ദേവി പറഞ്ഞ പ്രകാരമാണ് രാകേഷ് അവിടെ എത്തിയതെന്ന സത്യം സ്വാമിനാഥൻ എല്ലാവരോടുമായി പറയുന്നു. അംബികാദേവിയെ കൊല്ലുക എന്നതായിരുന്നു അനിയത്തി രാജേശ്വരിയുടെ ലക്ഷ്യം. രാജേശ്വരി ദേവി പറഞ്ഞ പ്രകാരം അംബികാദേവിയെ വകവരുത്താൻ പലതവണ രാകേഷ് ശ്രമിച്ചിരുന്നു. എന്നാൽ അവർ അവസാനമായി തിരഞ്ഞെടുത്തത് ആ ദിവസമായിരുന്നു. അംബികാദേവിയെ ഇന്ന് കൊന്നിരിക്കണം. അവിടെ വേണുവേട്ടനും മകനും ഇല്ല. ഇതാണ് പറ്റിയ സമയം, രാജേശ്വരി രാകേഷിനോട് പറയുന്നു. അംബികാദേവി ഒറ്റയ്ക്കായിരുന്ന സമയത്ത് രാകേഷ് അവിടെ എത്തുന്നു. ഇരുവരും പിടിവലിയിലാകുന്നു. റൂമിൽ നിന്നും പുറത്തേക്ക് ഓടിയ അംബികാദേവിയെ രാകേഷ് എന്ന ഗുണ്ട അകത്തു നിന്നും പൂട്ടുന്നു. അംബികാദേവി കയ്യിൽ കിട്ടിയ ഫ്ലവർ വേസ് എടുത്ത് രാകേഷിന്റെ തലയിൽ അടിക്കുന്നു. ഉടൻ തന്നെ ചേച്ചിയുടെ മരണവാർത്ത ആഗ്രഹിച്ച് രാജേശ്വരി അവിടെ എത്തുന്നു. തലയ്ക്ക് അടിയേറ്റ് കിടക്കുന്ന രാകേഷിനെയാണ് ഒപ്പം തൊട്ടടുത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന അംബികാദേവിയെയും കാണുന്നു. അവിടെ രാജേശ്വരി അറിയാത്ത പോലെ കാര്യം അന്വേഷിക്കുന്നു. രാകേഷ് ആക്രമിക്കാൻ വന്ന കാര്യവും തനിക്ക് അത് ചെയ്യേണ്ടി വന്നു എന്ന് അംബികാദേവി പറയുന്നു. അപ്പോഴും അംബികാദേവി വിചാരിക്കുന്നത് അയാൾ മരിച്ചുവെന്നായിരുന്നു. അതിനെ വീണ്ടും തീവ്രമായി രാജേശ്വരി ദേവി കൊലപാതകത്തെക്കുറിച്ചും പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുന്നതാണ് നല്ലതും എന്നും പറയുന്നു. അവരോട് സത്യങ്ങൾ പറയുക, സുരക്ഷയ്ക്കാണ് ഇത് ചെയ്തതെന്ന് പറയുക. കോടതിയിൽ ചേച്ചിക്ക് അനുകൂല നിലപാട് ഉണ്ടാകും. എല്ലാവർക്കും കാര്യങ്ങൾ ബോധപ്പെടും. കൊലപാതകം നടന്നു. ചേച്ചിക്ക് ഇനി ജയിലിൽ പോകാതിരിക്കാൻ കഴിയില്ല. പേടിക്കേണ്ട, ചേച്ചിയെ പുറത്തിറക്കുന്ന കാര്യം ഞാൻ ഏറ്റു, രാജേശ്വരി ദേവി പറയുന്നു. എല്ലാം ഞാൻ വേണുവേട്ടനോട് പറഞ്ഞോളാം. ചേച്ചി പെട്ടെന്ന് സ്റ്റേഷനിൽ പോയി കീഴടങ്ങും. ഞാനും വേണുവേട്ടനും അവിടെ എത്തിക്കോളാം. അംബികാദേവിയെ ഇക്കാര്യം പറഞ്ഞ് തന്ത്രപൂർവ്വം സ്റ്റേഷനിലേക്ക് അയക്കുന്നു. അംബികാദേവി സ്റ്റേഷനിലേക്ക് പോകുന്നു. എന്റെ ലക്ഷ്യം എന്തായാലും നടന്നു, രാജേശ്വരി ഉറപ്പിക്കുന്നു. അംബികാദേവി ഉടൻ തന്നെ പോലീസ് സ്റ്റേഷനിലെത്തി നടന്ന കാര്യങ്ങൾ തുറന്നു പറയുന്നു. സ്വയരക്ഷയ്ക്ക് വേണ്ടി എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നതാണ് സർ, എന്നെ രക്ഷിക്കണമെന്ന്. അന്ന് SI ആയിരുന്ന സ്വാമിനാഥനോടാണ് ഇക്കാര്യം പറയുന്നത്. കൊല നടത്തി എന്ന് സ്വയം സമ്മതിച്ച സ്ഥിതിക്ക് അതിനുള്ള ശിക്ഷ നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളെ അറസ്റ്റ് ചെയ്തേ മതിയാകൂ, സ്വാമിനാഥൻ പറയുന്നു. എന്തിനു വേണ്ടി എന്നതല്ല, ഒരു ജീവൻ നിങ്ങൾ അപഹരിച്ചു എന്നതാണ് നിങ്ങൾ ചെയ്ത തെറ്റ്. ഒരു കൊലപാതകയാണ് നിങ്ങൾ. എനിക്ക് നിങ്ങളെ അറസ്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ. രാജേശ്വരി വേണുവിനെ വിളിക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോഴാണ് അടിയേറ്റ് വീണിരുന്ന രാകേഷിന് ബോധം വന്നത്. അയാൾ തറയിൽ നിന്നും പതുക്കെ എണീക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇപ്പോൾ പ്രേക്ഷകർക്ക് ഉറപ്പിക്കാം, ആ കൃത്യം ചെയ്തത് രാജേശ്വരി ദേവി തന്നെ.